ടാറ്റയുടെ ഒരു നമ്മുടെ നാട്ടിൽ പറയുന്നൊരു പ്രോബ്ലം ആണല്ലോ, മറ്റേ ഹൂ ഷുഡ് ചൂസ് സഫാരി എന്ന് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പഴയൊരു എഞ്ചിനെടുത്ത് ചുമ്മാ ഫിക്സ് ചെയ്യല്ല ചെയ്തേക്കുന്ന, പ്രോപ്പർലി നമ്മൾ ഇപ്പോഴത്തെ ഡീസൽ കാറുകളിലേക്കൊക്കെ പോകുമ്പം ലൈക്ക് ഇനി അത് ഫ്യൂച്ചർ നോംസിൽ ഇനി ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 1998 ടാറ്റ എന്ന് പറയുന്ന ബ്രാൻഡ് പുതിയൊരു വെഹിക്കിളിനെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്തു. അതിന് മുമ്പ് അവരുടെ സിയാറ ഒക്കെ ഉണ്ടായിരുന്നു, എന്നാൽ കുറച്ചുകൂടെ വലിപ്പമുള്ള കുറച്ചുകൂടെ മാസീവായിട്ടുള്ള ഒരു പ്രോപ്പർ SUV എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്നൊരു നെയിം ബ്രാൻഡ്. അതിനെയാണ് അവർ സഫാരി എന്ന് വിളിച്ചത്. അത് ലോഞ്ച് ചെയ്ത സമയത്ത് 4x4 ഇല്ലായിരുന്നു, പക്ഷേ ലേറ്റർ അവർ 4x4 ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് കഴിഞ്ഞ് 2005 ആയപ്പോഴത്തേക്കും സഫാരിയുടെ ഡിക്കോർ എന്ന് പറഞ്ഞ് കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഡീസൽ എഞ്ചിനുമായിട്ട് അവർ നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ് വന്നു. പക്ഷേ നമ്മളെയൊക്കെ സംബന്ധിച്ചിട്ട് നമ്മളൊക്കെ കുറച്ചുകൂടെ ഈ ഒരു മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഇത് റിയലൈസ് ചെയ്യാൻ തുടങ്ങിയത് 2012 അവരുടെ സഫാരിയുടെ സ്റ്റോം എന്ന് പറഞ്ഞൊരു വേർഷൻ വന്നപ്പോഴാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഫാദർ നിങ്ങൾക്ക് അറിയാറില്ല, മറ്റേ KCBയിലായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഫാദറിൻ്റെ ഫ്രണ്ട് വന്ന് സഫാരി സ്റ്റോമിലായിരുന്നു. അന്നാണ് ഞാൻ ആ ഒരു SUVയുടെ മാസീവ്നെസ് എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞത്. ലൈക്ക് നമ്മുടെ ഒരു പോർച്ച് നിറഞ്ഞു നിൽക്കുന്ന ഹൈറ്റ്, അതായത് ലൈക്ക് വീതിയും നീളവും മാത്രമല്ല അതിൻ്റെ ഹൈറ്റൂടെ അത്രയധികം മാസീവായിട്ടുള്ള അത്രയധികം റോഡ് പ്രസൻസ് ഉള്ളൊരു വെഹിക്കിളായിരുന്നു. ഇപ്പോൾ ശരിക്കും നമ്മൾ ഇതുവരെ എടുത്തു കഴിഞ്ഞാൽ പുതിയ സഫാരി ഹാരിയർ 2019 അവർ ഹാരിയർ ലോഞ്ച് ചെയ്തു. ലാൻഡ് റോവറിൻ്റെ ഒമേഗ പ്ലാറ്റ്ഫോം യൂട്ടിലൈസ് ചെയ്തിട്ട് ആ ഒരു സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ 2021 ആയപ്പോഴത്തേക്ക് അവരവരുടെ ഏറ്റവും പുതിയ സഫാരി മോണോക്കോ ചൈസിയോ ഒക്കെ വരുന്ന ഏറ്റവും പുതിയ സഫാരി ലോഞ്ച് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ആ സഫാരിയുടെ 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വരുന്ന റെഡ് ഡാർക്ക് എഡിഷനാണ്. നോർമൽ സഫാരി അല്ലത്, ഇതൊരു വൺ ഓഫ് ദി എക്സ്ക്ലൂസീവ് എഡിഷൻസ് എന്ന് പറയാൻ പറ്റുന്ന റെഡ് ഡാർക്ക് എഡിഷനാണ്. അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു ഒമേഗ പ്ലാറ്റ്ഫോമിൽ വന്ന് നമ്മുടെ ഹാരിയർ ആണെങ്കിലും സഫാരി ആണെങ്കിലും ഇതിൻ്റെ നമ്പേഴ്സ് ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം 2.5 lakhs മുകളിൽ യൂണിറ്റ്സ് ടാറ്റ സെല്ല് ചെയ്തിട്ടുണ്ട്. ഇതൊരു പ്രീമിയം ക്ലാസ് സെഗ്മെൻറ്റാണ്, അതായത് കുറച്ചുകൂടെ ഒരു ഹയർ പ്രൈസ് ടാഗ് വരുന്നൊരു വെഹിക്കിൾസ് ആണല്ലോ. അത് ഇത്രയും നമ്പേഴ്സ് വിൽക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ലൈക്ക് ഹാരിയറും സഫാരി എന്ന് പറയുന്നത് ഞാൻ പറയുകയാണെങ്കിൽ ടാറ്റയുടെ ഒരു ലൈനപ്പിൽ ശരിക്കും ഒരു വിപ്ലവം സൃഷ്ടിച്ച രണ്ട് മോഡലുകളാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. പിന്നെ ഒരു ഡിസൈൻ സ്റ്റൈൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ റെഡ് ഡാർക്ക് ആയതുകൊണ്ട് ഫ്രണ്ടിൽ വേറെ ക്രോമിൻ്റെ എലമെൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ വളരെ ഭംഗിയിലുള്ള ആ ഒരു ഡാർക്ക് ഡിസൈനാണ് ദാണ്ട് ത്രൂ ഔട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ കാണിച്ചെന്ന പോലെ ആ ഒരു കർവിൻ്റെ അകത്ത് കണ്ട കീയാണ് ഹാരിയറിൽ സഫാരിയിൽ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. ദാണ്ട് ത്രൂ ഔട്ട് പോകുന്നൊരു DRLs വന്നിട്ടുണ്ട്, പക്ഷേ അത് 3 പീസായിട്ട് അവരോട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റെഡ് ഡാർക്ക് ആയതുകൊണ്ട് ദാണ്ട് നമ്മുടെ പ്രൊജക്ടർ ലാമ്പിൻ്റെ തൊട്ട് താഴെ ഒരു റെഡ് ലൈനിങ്സ് കൊടുത്തിട്ടുണ്ട്. സഫാരി എന്ന് പറഞ്ഞൊരു ലെറ്ററിങ് എഴുതിയിട്ടുണ്ട്. എന്ത് രസം നോക്കി, താഴെ ദാണ്ട് കോണ്ടറിങ് ലാംപ്സ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ 360 ഡിഗ്രി ക്യാമറയുടെ സിസ്റ്റംസ് അല്ലെങ്കിൽ സെൻസേഴ്സ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ ദാണ്ട് ക്യാമറയ്ക്ക് ഇത്തവണ ദാണ്ട് വാഷേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലും പെട്രോൾ എഞ്ചിൻ വരുമ്പോഴത്തേക്ക് വാഷേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ നിങ്ങൾ ഹാരിയറുടെ റിവ്യൂ കണ്ടിട്ടായിരിക്കും ഇത് മോസ്റ്റ് പ്രോബ്ലി കാണാൻ പോകുന്നത്. പ്രത്യേകത ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ 1.5 ലിറ്ററിൻ്റെ പെട്രോൾ എഞ്ചിനാണ് ടാറ്റ ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത്. അതും നമ്മൾ കഴിഞ്ഞ റിവ്യൂവിൻ്റെ അകത്ത് കുറേ പരാമർശിച്ച പോലെ ഒരു പഴയൊരു എഞ്ചിനെടുത്ത് ചുമ്മാ ഫിക്സ് ചെയ്യല്ല ചെയ്തേക്കുന്നത്, പ്രോപ്പർലി എഞ്ചിനീയർ ചെയ്ത് റീഡിഫൈൻ ചെയ്ത് ഫ്യൂവൽ എഫിഷ്യൻസിക്കും അതുപോലെ തന്നെ പെർഫോമൻസിനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ആ ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ അവർ ലോഞ്ച് ചെയ്തത്. 4 സിലിണ്ടർ 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 170 PS പവറും അതുപോലെ തന്നെ 250 Nm ടോർക്കും ഇതിന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല എഫിഷ്യൻസി കമ്പനി ക്ലെയിം ചെയ്യുന്ന ഏതാണ്ട് 25 കിലോമീറ്ററാണ് മൈലേജ്. ഹാരിയർ വരുമ്പോൾ 25.9, ഇപ്പം വരുമ്പോൾ 25 കിലോമീറ്ററുമാണ്. പക്ഷേ അതൊരു ഭയങ്കര ഒപ്റ്റിമൽ കണ്ടീഷനിലാണ്. നമുക്കൊരു റിയൽ വേൾഡിൽ എന്ത് കിട്ടുന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം പെട്രോൾ വരുമ്പോൾ മൈലേജ് എന്ന് പറയുന്നത് എല്ലാവരെയും അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളൊരു കൺസേൺ ആണെന്നുള്ളത് ടാറ്റയ്ക്ക് അറിയാം. അതുകൊണ്ട് ഫ്യൂവൽ എഫിഷ്യൻസിക്ക് പെർഫോമൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്തിട്ടുള്ള എഞ്ചിനീയർ ചെയ്തിട്ടുള്ള ഒരു എഞ്ചിനാണ്. അതാണ് ഈ ഒരു പെട്രോൾ എഞ്ചിൻ്റെ ഗുണം. നമ്മൾ ഇപ്പോഴത്തെ ഡീസൽ കാറുകളിലേക്കൊക്കെ പോകുമ്പം ലൈക്ക് ഇനി അത് ഫ്യൂച്ചർ നോംസിൽ പ്രോബ്ലം ആവുമോ എന്നുള്ളതൊക്കെ ഒരു പ്രോബ്ലം കാണും, കമ്പനിക്കും ആ ഒരു കൺസേൺ കാണും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് മുടക്കി അവർ ഈ ഒരു R&D ചെയ്ത് ഇങ്ങനെ ഒരു എഞ്ചിൻ ലോഞ്ച് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ സൈഡ് പ്രൊഫൈൽസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഹാരിയർ കണ്ട പോലെയല്ല, ഇത് വരുമ്പോൾ കുറച്ചും കൂടെ ഒരു എലമെൻ്റ് ഉള്ള. എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ അലോയുടെ ഡിസൈനാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഏതാണെന്നുള്ളതെന്ന് പറയാം. ഇത് 19 ഇഞ്ചിൻ്റെ വീൽസാണ് കേട്ടോ. നമ്മുടെ ഹാരിയർ വരുമ്പോൾ 18 ഇഞ്ചാണ്. ഇതിന് കുറച്ചുകൂടി ഒരു മാസീവ്നെസ് ഫീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പനി ഹാസ് പ്രൊവൈഡഡ് 19 inch വീൽസ്. സൈഡിൽ സഫാരി എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് ഉണ്ട്, അത് ദാണ്ട് റെഡ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ദാണ്ട് 360 ക്യാമറയുടെ ത്രൂ ഔട്ട് എലമെൻറ്റ് പോകുന്നുണ്ട്. ഇവിടെ ദാണ്ട് ഡാർക്ക് എന്നുള്ളത് ഇതൊരു ക്രോം അല്ല, ക്രോമിൻ്റെ അകത്തൊരു സ്മോക്കി എഫക്റ്റ് കൊടുത്തിട്ട് ദാണ്ട് റെഡ് വെച്ച് എഴുതിയിട്ടുണ്ട്. വളരെയധികം ഭംഗിയുണ്ട്. റെഡ് കാലിപ്പേഴ്സാണ്, 4 വലിയ ഡിസ്ക് ബ്രേക്സാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കതിൻ്റെ ബ്രേക്കിംഗ് എഫിഷ്യൻസി ഇന്നൊന്ന് റോഡിൽ ഡ്രൈവ് ചെയ്ത് നോക്കാം. നമ്മളിവിടെ തുറക്കുമ്പം ഇത് ടാറ്റ പറ്റിച്ചൊന്നുമല്ലല്ലോ, അല്ല
നമുക്കൊന്ന് ചെക്ക് കൂടെ ചെയ്ത് നോക്കുകയാണെങ്കിൽ വേണ്ട, നല്ല ഉഗ്രം പെട്രോളിൻ്റെ പണി. എനിക്ക് പെട്രോളിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താണ്ട് പെട്രോൾ എന്നുള്ള എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പമ്പിൽ ചെല്ലുമ്പോൾ ഡീസലാണെന്നുള്ള കൺഫ്യൂഷൻ വേണ്ടെന്നുള്ളത് അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക് ഡിസൈൻ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ആദ്യമേ താണ്ട് ഇവിടെ ഒരു സിംഹത്തിനെ കാണാം. സിംഹത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന ഒരു കടുവയും കുറച്ച് 2 കടുവ കുട്ടികളെയും കാണാം. അത് എന്തിനാണെന്നുള്ള ടാറ്റയുടെ അടുത്ത് തന്നെ നമ്മൾ ചോദിക്കണം. ബാക്കിലേക്ക് വരുമ്പോഴും താണ്ട് നമ്മൾ പറഞ്ഞ പോലെ ഒരു ത്രൂ ഔട്ട് ഒരു സിംഗിൾ ലൈൻ പോകുന്ന സ്റ്റൈലുള്ളൊരു ഡിസൈനാണ്. DRL ആണ് വന്നിരിക്കുന്നത്. സഫാരി എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് വന്നിട്ടുണ്ട്. ഒരു വൈപ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ വേണ്ട സെൻസേഴ്സും അങ്ങനെ ത്രൂ ഔട്ട് പോകുന്ന എലമെൻറ്റ്സ് എല്ലാം അതിൽ വരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് സീറ്റിലൊന്ന് കയറി ഇരുന്നിട്ട് ബാക്കി വിശേഷങ്ങൾ ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ദാണ്ട് ഏകദേശം ഒരു 90 ഡിഗ്രിയോളം തന്നെ വൈഡായിട്ട് ഓപ്പൺ ആവുന്ന ഡോസാണ് സഫാരിക്ക് ടാറ്റ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു സൺവൈസേഴ്സ് വരുന്നുണ്ട്. റെഡ് ഡാർക്ക് എഡിഷൻ ആയതുകൊണ്ട് തന്നെ ഒരു റെഡും അതുപോലെ തന്നെ ഒരു ബ്ലാക്കിൻ്റെ കളർ കോമ്പിനേഷനാണ് ത്രൂ ഔട്ട് പോകുന്നത്. 10 സ്പീക്കർ സിസ്റ്റത്തിൻ്റെ ഡോൾബി അറ്റ്മോസ് ഇതാണ് നമ്മുടെ പുതിയ വേരിയൻറ്റ് വരും. അതായത് പെട്രോൾ എഞ്ചിൻ വരുന്ന വേരിയൻറ്റിൽ അവർ കൊടുത്തിട്ടുണ്ട്. അവിടെ കുറച്ച് ചേഞ്ചസ് ഉണ്ട്, എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ഇവൻ്റെ മിഡിൽ റോ എന്ന് പറയുന്നത്. നമുക്ക് മിഡിൽ റോയിൽ കയറി ഇരുന്നിട്ട് ഏറ്റവും ബാക്കിൽ ഇതൊരു 7 സീറ്റർ ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ. ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക് സീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കയറിയിരിക്കുമ്പോൾ ഞാൻ പറയുന്നത് തെറ്റാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അതായത് ഹാരിയറിനേക്കാളും കുറച്ചുകൂടെ ഹൈറ്റിലിരിക്കുന്നൊരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി ബിക്കോസ് ഓഫ് ദ ടയേഴ്സ്. ചിലപ്പോൾ ആ ഒരു ടയറിൻ്റെ ഒരു ഹൈറ്റ് കൊണ്ടായിരിക്കും. ഇത് 19 ഇഞ്ചാണല്ലോ വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ തന്നെയാണ്. നമ്മൾ ഹാരിയറിൻ്റെ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ത്രൂ ഔട്ട് ഒരു റെഡ് എലമെൻ്റ് ആണ് പോയിരിക്കുന്നത്. അതിൻ്റെ വലിയൊരു പനാറോമിക് സൺറൂഫ് വരുന്നുണ്ട്. 65 വാട്ട്സിൻ്റെ 2 സ്പീഡ് ചാർജസ് കൊടുത്തിട്ടുണ്ട്. ഹാരിയറിൽ മിസ് ചെയ്തൊരു സാധനം ദാണ്ട് സഫാരിക്കകത്ത് കൊടുത്തിട്ടുണ്ട്. ദാണ്ട് ബോസ് മോഡ് ശരിക്കും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ബാക്കിലിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ബോസ് മോഡ് വളരെയധികം യൂസ്ഫുൾ ആണ്. ഈ സഫാരി അവർ പ്ലേസ് ചെയ്യുന്നത് കുറച്ചുകൂടി ഒരു എക്സിക്യൂട്ടീവ് SUV എന്ന് പറയുന്നൊരു കാറ്റഗറിയിലാണ്. ശരിക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല, ഹാരിയർ സഫാരിയുടെ ബാക്സ് ആർ സോ ഗുഡ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സീറ്റ് അതുപോലെ തന്നെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുമ്പോഴും തന്നെ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഹെഡ് റെസ്റ്റിൻ്റെ കൂടുതൽ നമ്മൾ ഹാരിയറിൻ്റെ അകത്ത് കണ്ട പോലെ ചെറിയൊരു സപ്പോർട്ടും കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബാക്ക് റോ സീറ്റ് എന്ന് പറയുന്നത്. അവിടെ അത് ഞാനിപ്പോൾ മടക്കി ഇട്ടിരിക്കുന്നതുകൊണ്ട് അത് ബൂട്ട് സ്പേസ് ആയിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് ആ സീറ്റ് വരുമ്പോൾ വലിയ ബൂട്ട് സ്പേസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ ഇത് കുറച്ചുകൂടെ വളരെ വലിയൊരു വണ്ടിയാണ്. ഇറ്റ്സ് സോ ഗുഡ്. അപ്പോൾ നമുക്ക് ഈ ബാക്കിലേക്ക് എങ്ങനെയാണ് കയറുന്നതും കൂടെ നോക്കാം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ ഒരു സീറ്റ് പൊസിഷൻ ഉണ്ടല്ലോ, ഇതിപ്പോൾ നമ്മൾ ശരിക്കും ബക്കറ്റ് സീറ്റ് എന്നാണ് ഇത് പറയുന്നത്. ഇനിയിപ്പോൾ ഇത് ക്യാപ്റ്റൻ സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ക്യാപ്റ്റൻ സീറ്റ്സ് ഉണ്ട്. അതിലൊരു പ്രത്യേകതയുണ്ട്. അതിന് ബാക്കിൽ വെൻറ്റിലേറ്റഡ് സീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ BMWയിലും ബെൻസിലൊക്കെ കാണുന്ന പോലെ വെൻറ്റിലേറ്റഡ് സീറ്റ്സ് ടാറ്റ ഇതിൻ്റെ ബാക്ക് സീറ്റ്സിന് കൊടുത്തിട്ടുണ്ട്. അത് ആ ഒരു എക്സിക്യൂട്ടീവ് സെഡാൻ എന്ന് പറയുന്നൊരു പൊസിഷനിങ്ങും അതുപോലെ തന്നെ അത് പറയുമ്പോൾ അതിന് വേണ്ട എല്ലാവിധ അർത്ഥവും കംപ്ലീറ്റ് ചെയ്യാന്നുള്ള. എക്സിക്യൂട്ടീവ് സെഡാൻ എന്ന് പറയുമ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ കൊടുക്കണമല്ലോ. ഇനി ഏതാണ്ട് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. 4x4 കൊടുത്തിട്ടില്ല, 2x2 തന്നെ 4x2 തന്നെയാണ് ഇപ്പോഴും സഫാരിയുടെ ഒരു ഓപ്ഷൻ. മേ ബി ഫ്യൂച്ചറിൽ ഇതിന് ഓൾ വീൽ ഡ്രൈവ് വരുമായിരിക്കും. CRA ഒക്കെ ഡെവലപ്മെൻ്റ് ആണല്ലോ, അത് കഴിയുമ്പം ഇതിലേക്കും കൂടെ വരുമായിരിക്കും. ഇനി ഞാൻ ഞാനിപ്പോൾ ഡിക്കിക്കകത്ത് ഒന്ന് കയറാൻ നോക്കിയായിരുന്നു, പക്ഷേ അത് കയറത്തില്ല. സീറ്റ്സ് മടക്കിയാണ് നമുക്ക് കയറേണ്ടത്. ഇതാണ് ഇവൻ്റെ 3rd റോ സ്പേസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ട പോലെ ഈ സീറ്റ്സിങ് മടക്കി ഇതിലേക്ക് കയറുക. ഇത് കുറച്ച് അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ മാക്സിമത്തിലാണ് ഇട്ടേക്കുന്നത്. മാക്സിമത്തിൽ ഇട്ടപ്പോൾ താണ്ട് എനിക്ക് കഷ്ടി ഇവിടെ ഇരിക്കാനുള്ളൊരു സ്പേസ് വരുന്നുണ്ട്. ഇത് ശരിക്കും ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു റോ എന്ന് തന്നെ നമുക്ക് പറയാം. എന്നാൽ അത്യാവശ്യം വരെ സാഹചര്യങ്ങളിൽ 2 പേർക്ക് ഇരിക്കണമെങ്കിൽ ഇരിക്കാം. 3 പേർക്ക് ഇരിക്കത്തില്ല, 2 പേർക്ക് ഇരിക്കാം. ഇവിടുത്തെ AC ഫാൻ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ളൊരു സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ റീഡിങ് ലാംപ്സ് വരുന്നുണ്ട്. ഇവിടെയും 2 പവർ സോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് AC വെൻറ്റ്സ് വരുന്നത്. പിന്നെ നമുക്ക് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്ന് ഇതിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞുതരാം. ഡ്രൈവ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ആ എഞ്ചിനോട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ടാറ്റയുടെ ഒരു 1.5 ലിറ്റർ ഹൈപ്പീരിയൺ എഞ്ചിൻ വരുന്ന. ടെർബോയുടെ വിസ്ലിംഗ് ഒക്കെ ഉണ്ട്, നല്ല രസമാണ്. അത് കേൾപ്പിച്ച് തരാം. വളരെ സ്മൂത്താണ്, വളരെ റിഫൈൻഡ് എഞ്ചിനാണ്. മറ്റേ സെഗ്മെൻറ്റിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് വരുന്ന ഏതാണ്ട് 39.7 37.5 സംതിങ് dBA അകത്തേക്ക് വരുന്നുള്ളൂ. അത്രയും റിഫൈൻ ചെയ്ത് ട്യൂൺ ചെയ്തേക്കുന്ന എഞ്ചിനാണ്. ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടും ഭയങ്കര രസം. അതുകൊണ്ട് ഞാനൊന്ന് കേൾപ്പിച്ച് തരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ കേരളത്തിലല്ലാത്തൊരു വഴിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം കൈൻഡ് ഓഫ് സിമിലർ ടു ഹാരിയർ ആണ് ഇൻ ദ കേസ് ഓഫ് ടെക്നോളജീസ് ആൻഡ് ഫീച്ചേഴ്സ്. നമ്മുടെ സഫാരിക്കകത്ത് 3 മോഡ്സ് ഉണ്ട് ബേസിക്കലി. നമ്മൾ കണ്ട പോലെ ഒരു എക്കോ മോഡ് ഉണ്ട്, ഒരു സ്പോട്ട് ഉണ്ട്. നമ്മൾ നോർമൽ ഡ്രൈവിംഗ് സ്റ്റൈലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സിറ്റി മോഡിലായിരിക്കും. നമ്മൾ എക്കോ ആക്ടിവേറ്റഡ് ആകുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇവർ ഫീഡ്ബാക്ക് കേൾക്കുന്നുണ്ട് പണ്ടത്തെ പോലെ എക്കോ മോഡ് ആക്ടിവേറ്റഡ്
എന്നൊന്നുമില്ല, അതെല്ലാം ഓഫാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് കസ്റ്റമർ നിങ്ങൾ ഇടുന്ന കമൻസിൻ്റെ ബലം കേട്ടോ. അതെല്ലാം ടാറ്റയുടെ മുകളിൽ തന്നെ ചെല്ലുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അവർ ഡീആക്ടിവേറ്റ് ചെയ്ത്, അതായത് കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കി അവർക്ക് വേണ്ട കംഫർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ 3 ട്രാക്ഷൻ കൺട്രോൾ, 2 വീൽ ഡ്രൈവ് ആണെങ്കിൽ പോലും 3 ട്രാക്ഷൻ മോഡ്സ് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് കുറച്ചുകൂടെ ട്രാക്ഷൻ്റെ അത് വേരിയേഷൻ വരും. അതാണ് ഫസ്റ്റ് നമ്മൾ കയറിയിരിക്കുമ്പോൾ ഉള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് തന്നെയാണ്. മറ്റേ കറിൻ ജപ്പാനോ ലൈക്ക് അഖിലേ ഏതാണെന്നുള്ള ഒന്ന് നോട്ട് ചെയ്തിട്ടാക്കണേ. ആ ജപ്പാൻ അവരുടെ അടുത്ത് നിന്ന് എടുത്ത ഗിയർ ബോക്സുകളാണ്. 6 സ്പീഡ് തണ്ട് മാനുവലും വരുന്നുണ്ട്. 6 സ്പീഡാണ് മാനുവൽ ഗിയർ ബോക്സ് വരുന്നത്. നമ്മൾ ടോർക്ക് കൺവേർട്ടേഴ്സ് ആണെങ്കിലും തണ്ട് അത്യാവശ്യം റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് തണ്ട് തരുന്നത്. കംപ്ലീറ്റ്ലി തൻ്റെ ആംബിയൻ ലൈറ്റിങ് പോകുന്നുണ്ട്. തൻ്റെ ഒരു 3 മെറ്റീരിയൽസാണ് ഇതിലൂടെ ത്രൂ ഔട്ട് പോയിരിക്കുന്നത്. ഇതൊരു സോഫ്റ്റ് ടച്ചാണ്, റെഡ് ഡാർക്ക് ആയതുകൊണ്ട് റെഡ് സ്റ്റിച്ചിങ് പോകുന്നുണ്ട്. നമ്മുടെ സ്ഥിരം ടാറ്റയുടെ ഒരു ഡിസൈൻ സ്റ്റൈൽ തൻ്റെ ഇതൊരു ടച്ചാണ്, കംപ്ലീറ്റ്ലി ടച്ചാണ്. എന്നാൽ നമ്മൾ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ളത് ഈ പറയുന്ന പോലെ ഫിസിക്കൽ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. 2 സോണാണ്. തൻ്റെ ഇതിൻ്റെ അകത്ത് പുതിയതായിട്ട് വന്നതാണ് കേട്ടോ. 36.5 സെൻറ്റിമീറ്റർ വരുന്ന നമ്മൾ ഹാരി റീവിക്കകത്തൊക്കെ കാണുന്ന ആ ഒരു ഇൻഫർടൈൻമെൻറ്റ് ഇവന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വന്നേക്കുന്ന ആഡഡ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഡോൾബി അറ്റ്മോസിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് ഇതിൽ ത്രൂ ഔട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന. 10 സ്പീക്കർ JBL-ആണ്. ഇവിടെ നല്ല ഇതുണ്ടോ, നിങ്ങൾ നോക്കി ഇത്രയും നേരം ഡൽഹിയിൽ ഇത്രയും ഫോറസ്റ്റ് വന്നപ്പം നമ്മുടെ EQ എന്തോരം ഇമ്പ്രൂവ് ആയെന്നുണ്ടോ. കുറച്ചുകൂടെ അപ്പുറത്തോട്ട് മാറി കഴിഞ്ഞുണ്ടല്ലോ 500-600 ആയിരുന്നു. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഞങ്ങൾ 52 സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമായിരുന്നു ഞാനാണ് എല്ലാം കൂടെ. ഒരു ദിവസം 52, അപ്പോൾ ഞാനും ഇവളും കൂടെ 104 സിഗരറ്റ്, 2 ദിവസം ആകുമ്പോഴത്തേക്ക് 208 സിഗരറ്റ്. എൻ്റെ അമ്മോ, അത്രയും നമ്മൾ വലിച്ചിട്ടുണ്ട്. എനിക്ക് ഇത് എത്രമാത്രം ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നുള്ള EQ. പിന്നെ ഇതിൻ്റെ അകത്ത് വന്നേക്കെന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഡിജിറ്റലാണ്. നമ്മൾ ഹാരി റിവിക്കകത്ത് കണ്ട പോലെ ഫ്രണ്ട് ക്യാമും ബാക്ക് ക്യാമും നമുക്ക് വേണമെങ്കിൽ ഇതിൽ സെറ്റ് ചെയ്യാം. പിന്നെ ഡാഷ് ക്യാംസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഡാഷ് ക്യാം കൊടുത്തിട്ടുണ്ട് ഫോർ ദ റെക്കോർഡിംഗ് പർപ്പസ്. ഡാഷ് ക്യാം ഇസ് എ മസ്റ്റ് തിങ് ഇൻ ദ കൺട്രി. ഇനി ഇൻ ദ ഫ്യൂച്ചർ എല്ലാ കാറിലും അതൊരു മസ്റ്റ് ഹാവ് ആയിട്ട് വരും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ക്യാമറ വാഷേഴ്സ് വരുന്നുണ്ട്. റെഡ് ഡാർക്ക് ആയതുകൊണ്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ ത്രൂ ഔട്ട് ഒരു റെഡ് എലമെൻറ്റും അതുപോലെ ഒരു ബ്ലാക്ക് ഫിനിഷുമാണ്. എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഫിനിഷിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളത് ഈ ഒരു ഇൻറ്റീരിയറാണ്, റാദർ ദാൻ ദ വൈറ്റ് വൺ ദാറ്റ് വി സോ ഓൺ ദ ഹാരിയർ. 360 ഡിഗ്രി ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതും ഇത് ടാറ്റയുടെ ഒരു പ്രത്യേകത കേട്ടോ. ഭയങ്കര ക്വാളിറ്റിയുള്ള ക്യാമറ ആയിരിക്കും. നമ്മൾ സെഗ്മെൻറ്റിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഈവൻ ടോപ്പ് നോച്ച് വെഹിക്കിൾസിലുള്ളതിനേക്കാളും പ്രീമിയം ആയിട്ടുള്ളൊരു ക്യാമറ സിസ്റ്റം, ഒരു 360 ഡിഗ്രി കോൺസെപ്റ്റുമാണ് ഇതിൽ വരുന്നത്. ഓഫ് കോഴ്സ് L2 അഡാസ് വരുന്നുണ്ട്. അഡാസിൻ്റെ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. എമർജൻസി ബ്രേക്കിംഗ്, ലെയിൻ അസിസ്റ്റ് എല്ലാം ഉണ്ട്. നമ്മൾ എക്സ്പ്രസ് വേയിൽ പോയി ഹാരിയർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സെയിം സിസ്റ്റം തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഹൂ ഷുഡ് ചൂസ് സഫാരി എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വലിയ വണ്ടി, ഞാനിപ്പോൾ ലിറ്ററലി എന്ന് പറയാൻ വരുമായിരുന്നു, കുറച്ചുകൂടെ ഒരു വലിയ വെഹിക്കിൾസ് ആഗ്രഹിക്കുന്ന ഒരാൾ, ഇപ്പം ഡ്രൈവറെ വെച്ചൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബാക്കിലിരിക്കാൻ താല്പര്യമുള്ള ഒരാളെ സംബന്ധിച്ചിട്ട് ഇറ്റ്സ് സോ ഗുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്ക് റോ മടക്കിയിട്ട് കഴിഞ്ഞാൽ അവിടെ സ്പേസ് ഉണ്ട്. ഇനിയിപ്പോൾ ലോങ്സ് പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ അത്യാവശ്യത്തിനുണ്ടെങ്കിൽ നമുക്ക് 3rd റോ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു നല്ല ചോയ്സാണ്. കംപ്ലീറ്റ്ലി റിഫൈൻഡ് ആണ് കേട്ടോ. പണ്ടത്തെ ഒരു ഡീസൽ എഞ്ചിനോ പെട്രോൾ എഞ്ചിനോ ഒന്നുമല്ല ഈ ഒരു പുതിയ എഞ്ചിൻ എന്ന് പറയുന്നത്. യു ഷുഡ് ട്രൈ ഇറ്റ് വൺസ്. നിങ്ങളൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക, അപ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. നല്ല രീതിയിൽ റിഫൈൻഡ് ആയിട്ടുള്ളതാണ്. പിന്നെ ഈ ടാറ്റയുടെ ഒരു നമ്മുടെ നാട്ടിൽ പറയുന്നൊരു പ്രോബ്ലം ആണല്ലോ മറ്റേ സർവീസ് എന്ന് പറയുന്നത്. പണ്ട് കാലത്തൊക്കെ ഭയങ്കര അധികം ഇഷ്യൂസ് കേട്ടിട്ടുണ്ട്, ഇല്ലെന്നല്ല കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം റീസെൻ്റ്ലി നിങ്ങൾ പുതിയതായിട്ട് വണ്ടികൾ എടുത്ത ആൾക്കാരുടെ അടുത്ത് ചോദിക്കുക. അതിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞ് ഇവരുടെ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെയധികം പെട്ടെന്ന് ഡ്രാസ്റ്റിക്കലി ഭയങ്കരമായിട്ട് അങ്ങ് ഇൻക്രീസ് ചെയ്തു. 50,000-60,000 വണ്ടി ഒരു മാസം വിൽക്കുന്നൊരു കമ്പനീനെ സംബന്ധിച്ചിട്ട് ഒരു കൊല്ലം എത്ര വണ്ടി റോഡിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഏത് മാനുഫാക്ചറേഴ്സ് എടുത്താലും ഈ പറയുന്ന വെഹിക്കിൾസിൻ്റെ ഒരു 1 to 2% അല്ലെങ്കിൽ ഒരു 1%, 0.5%-ൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഡിഫക്ട്സ് വരും. അത് നമ്മൾ വിചാരിക്കാതെ തന്നെ അത് വരും. പക്ഷേ അത് സോർട്ട് ചെയ്യാനുള്ള നെറ്റ്വർക്ക് ഇവർക്ക് മുൻപില്ലായിരുന്നു. കുറച്ച് ഡീലേഴ്സിൻ്റെ അടുത്ത് നിന്ന് നമുക്കും അറിയാം, പേഴ്സണലി അറിയാം, കുറേ ബാഡ് ഇഷ്യൂസൊക്കെ പലരും ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം അത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ സർവീസ് നെറ്റ്വർക്ക് വളരെ അടിപൊളിയാണ്. ഞാൻ ടാറ്റയുടെ ഹെഡിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പോലും പറഞ്ഞത് ദാറ്റ്സ് ദെയർ പ്രൈമറി അജണ്ട. സർവീസ് നെറ്റ്വർക്കും പിന്നെ സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റിയും കൂടുതൽ കിട്ടുക എന്നുള്ള ഗോൾ തന്നെ, പെട്ടെന്ന് കിട്ടുക എന്നുള്ള ഗോളിൽ തന്നെയാണ് അവർ ലിറ്ററലി ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇവരുടെ EVs ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് പറഞ്ഞ പോലെ ഇത് ഈ ഹാരിയറും സഫാരി ഈസ് ഓൾസോ എ ഗുഡ് ചോയ്സ്. നമുക്ക് നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് മറ്റേ അഡ്വഞ്ചർ എക്സ് എന്നൊക്കെ പറഞ്ഞ് 2 വാല്യൂ ഫോർ മണി വേരിയൻസ് ഭയങ്കരമായിട്ട് ഇറങ്ങിയായിരുന്നല്ലോ. അത് മിക്കവാറും ഇതിൻ്റെ വേരിയൻസും പ്രൈസിങ്ങും പറഞ്ഞിട്ടില്ല. പക്ഷേ പ്രൈസിങ് ഉടനെ അനൗൺസ് ചെയ്യുമായിരിക്കും. 22 വല്ലതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾ മോസ്റ്റ് പ്രോബ്ലി കാണുന്നത് 22nd, 23rd ആ സമയത്ത് പ്രൈസിങ്ങും വന്നിട്ട് കാണും. ഇപ്പം എന്താണെങ്കിലും പ്രൈസിങ്ങും വന്നിട്ടില്ല. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാണ്ട് മാനുവലിലാണ് കിടക്കുന്നത്. ഇതുണ്ട് ഗിയേഴ്സ് ആണെങ്കിലും ടോർക്ക് കൺവേർട്ട്
ആ ഒരു എഞ്ചിൻ നോട്ട് ശ്രദ്ധിച്ചോ. ശരിക്കും ഞാൻ നിങ്ങളെ എക്സോസ് നോട്ട് കേൾപ്പിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ ഈ പുതിയ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അവരത് ട്യൂൺ ചെയ്ത സമയത്ത് ആ ഒരു റിഫൈൻമെൻറ്റ് നമുക്ക് ഫീൽ ചെയ്യും. 4 സിലിണ്ടറാണ്, ടർബോ പെട്രോളാണ്, വളരെയധികം റിഫൈൻഡ് എഞ്ചിൻ. അതൊരു സ്മൂത്ത് നോട്ടാണ് നമുക്ക് അകത്തോട്ട് എടുക്കുന്നത്, അല്ലാതെ എന്ന് പറഞ്ഞൊന്നുമില്ല. വളരെ രസമുള്ളൊരു നോട്ട്സാണ് അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇതാണ്ട് റഫ് റോഡ്സിലാണെങ്കിൽ പോലും ഇവൻ പെർഫോം ചെയ്യുന്ന രീതി നോക്കിയാണ്. അതായത് ലൈക്ക് ലിറ്ററലി അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇതാണ്ട് ഗ്ലൈഡ് ചെയ്ത് പോകുന്നൊരു ഫീലിംഗ് ആണ് ഇത് തരുന്നുണ്ട്. നല്ല രീതിയിൽ റഫായിട്ടുള്ള പാച്ചസ് ആണിത്. ഇത് നോക്കിയാണേ, കണ്ട, നമ്മൾ അറിയുന്ന പോലുമില്ല. അതുമാത്രമല്ല ഇവൻ്റെ ബ്രേക്കിംഗ് എഫിഷ്യൻസി, ഹാൻഡ്ലിങ്ങും ഒക്കെ വേറെ ലെവലാണ്. ഇപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തന്നെ, ഇതിപ്പോൾ ഞാൻ ബാക്കിൽ വണ്ടിയൊന്നുമില്ല, ഞാൻ ഹാൻഡിൽ ചെയ്ത രീതി നിങ്ങൾ കണ്ടോ, എന്ത് സ്മൂത്താണ്. ഞാനിതിപ്പോൾ സത്യമായിട്ട് റഫായിട്ട് തന്നെയാണ് എടുത്ത് കാണിച്ചത്, പക്ഷേ അത്രയും റഫ്നെസ് പോലും എന്താണ്ട് ഇവൻ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനിയിപ്പോൾ നമ്മളിതിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ദാണ്ട് സ്പോർട്സ് മോഡിലാണ് ഇട്ടേക്കുന്നത്. ഈ ഒരു രീതിയിൽ ഇവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൽ ഞാൻ നോട്ടീസ് ചെയ്ത വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, സാധാരണ ഇത്രയും വലിയ വണ്ടിയാകുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ ബോഡി റോളിങ് വരാറുണ്ട്, ബോഡി റോളിങ് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇത് അത്രയും അലച്ചിലോ ഒന്നുമില്ല, അത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചില വർക്കുകൾ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ബാക്കിലൊന്നും ആൾക്കാരില്ലെന്നുണ്ടെങ്കിൽ 2 പേരാണ് ഫ്രണ്ടിൽ ഇരിക്കുന്നതെങ്കിൽ ഭയങ്കര ബോഡി റോൾ വരാറുണ്ട്. പക്ഷേ ഇതിന് ആ ബോഡി റോൾ ഇല്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ റഫ് റോഡ്സിലൊക്കെ കയറുമ്പോഴത്തേക്കും വളരെ സ്മൂത്തായിട്ടാണ് അവൻ ഹാൻഡിൽ ചെയ്യുന്നത്. പാഡിൽസ് കൊടുത്തിട്ടുണ്ട്, ലെവൽ 2 ADAS വരുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഡോൾബി അറ്റ്മോസ് ആണ് വരുന്നത്. അങ്ങനെ കംപ്ലീറ്റ്ലി ഫീച്ചർ റിച്ച് ആണ് നമ്മുടെ സഫാരി എന്ന് പറയുന്നത്. സ്റ്റിയറിങ്ങിൻ്റെ ഫീഡ്ബാക്ക് ആണെങ്കിലും എന്താണ്ട് വളരെ സ്മൂത്താണ്. അതായത് സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡീസൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് തന്നെ ഫീൽ ചെയ്യും. പുതിയ എഞ്ചിൻ്റെ വ്യത്യാസം നമുക്കുണ്ട്, അതായത് സ്റ്റിയറിങ്ങിൽ കൃത്യമായിട്ട് അറിയാം. കുറച്ചുകൂടെ ലൈറ്റ് വെയ്റ്റ്നെസ് ഇതിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ ഇതൊരു പെപ്പി എഞ്ചിനാണ്. ലൈക്ക് ഇതൊരു സ്പ്രിൻ്റ് ഓടാൻ പോകുമ്പോൾ മറ്റവൻ്റെ ഒരു മാരത്തോൺ നടന്നു, അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. എങ്ങനെയുണ്ടായിരുന്നല്ലേ? ഇഷ്ടപ്പെട്ടോ? ഇതാണോ ഹാരിയറാണോ ഏതാ ഇഷ്ടപ്പെട്ടത്? പക്ഷേ എനിക്കിതാ ഇഷ്ടപ്പെട്ടു കേട്ടോ, സഫാരി. അപ്പം ഷുഡ് യു ബൈ എ സഫാരി എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, പെട്രോൾ ഓപ്ഷൻ വന്നപ്പോൾ കംപ്ലീറ്റ്ലി റിഫൈൻഡ് ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് ഓടിക്കാൻ, സസ്പെൻഷനൊക്കെ അടിപൊളിയാണ്. പിന്നെ ഞാൻ നല്ല റഫായിട്ടാണ് ഓടിച്ചത്. ഇതിനെന്തെങ്കിലും ഗ്ലിച്ച് വരുമോ കംപ്ലയിൻറ്റ് വരുമോ നോക്കാൻ വേണ്ടി അടിച്ച് പറിച്ച് ഡ്രൈവ് ചെയ്തു. ഒരു കംപ്ലയിൻറ്റോ ഒരു ഗ്ലിച്ചോ വന്നിട്ടില്ല. അത് വളരെയധികം ക്വാളിറ്റിക്ക് അത് ഇവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ റെഡ് ഡാർക്ക് എഡിഷൻ കാണുമ്പോൾ എന്ത് രസമാണെന്ന് നോക്കി. നിങ്ങൾ ബ്ലാക്കിനോടൊക്കെ താല്പര്യമുള്ളവർക്ക് ഇത് ഭയങ്കര രസമാണ്, ഭയങ്കര റോഡ് പ്രസൻസ് ആണ്, ഒരു മാസീവ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. യാത്രാസുഖം ഇറ്റ്സ് ലൈക്ക് സാധാരണ ഇത്രയും റഗഡ്നെസ് വരുമ്പോൾ യാത്രാസുഖം കുറയുന്നുണ്ട്. പക്ഷേ ഇതാ ഒരു ലാൻഡ് റോവർ പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകതയാണ്, ഒമേഗ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൻ്റെ. അതുകൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ടബിളാണ്, അകത്തൊക്കെ ഭയങ്കര രസമാണ് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട്. മൈലേജ് ഇവർ പറയുന്ന 25 ആണെങ്കിലും നമുക്കൊരു 18-19 അത്യാവശ്യം ആവറേജ് കിട്ടും. സിറ്റിയിലൊക്കെ ഒരു 14 പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ ലോങ് പോകുമ്പോൾ നമുക്ക് മൈലേജ് കിട്ടണമെന്ന് വിചാരിച്ചാൽ ഒരു 20 അടുത്ത് കിട്ടും. അതല്ല നോർമൽ നമ്മുടെയൊക്കെ ഡ്രൈവിംഗ് സ്റ്റൈലാണെങ്കിൽ ഒരു 16-17 കിലോമീറ്ററൊക്കെ കിട്ടുന്നുണ്ട്. ഹാരിയർ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു, മറ്റേ എക്സ്പ്രസ് വേയിൽ പോയി. എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു, വണ്ടി കൊള്ളാം, നല്ലൊരു ഓപ്ഷനാണ്. പെട്രോൾ എഞ്ചിൻ വളരെ സ്മൂത്ത് റിഫൈൻഡുമാണ്, അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സ്മൂത്താണ്, റിഫൈൻഡാണ്. നോയ്സ്, ഈ എഞ്ചിൻ സൗണ്ട് നിങ്ങൾ നോക്കി, ഇതിപ്പോൾ ഓണാ വണ്ടി, ഞാൻ അടുത്ത് നിൽക്കും, എന്നിട്ടും ആ ഒരു ശല്യം ബഹളമൊന്നുമില്ല, നോയ്സ് ക്യാൻസലേഷൻ ഒന്നും ഞാൻ ഓണാക്കിയിട്ടില്ല, ഒരു സ്മൂത്ത് നോട്ടാണ്. അപ്പോൾ അത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ സമയമായി. സോ ദിസ് ഈസ് യുവർ ദീപക് രാജൻ, ഡോക്ടർ റൈഫ് സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.